ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻഗേജ്ഡ് ആയിട്ടുള്ള അഫ്സൽ പുള്ളിക്കാരൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അപ്പോൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. വോയിസ് ക്ലിപ്പ് കേട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ അപ്പം നമുക്ക് സത്യമാണോ എന്നുള്ളതൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജാസ്മിൻ എന്തായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരട്ടെ എന്നും പുള്ളിക്കാരി ഒരുപാട് പ്രോമിസസ് തന്നിട്ടാണ് പോയിട്ടുള്ളതെന്നും ജാസ്മിൻ തന്നെയാണ് തൻ്റെ പേര് അവിടെ ആദ്യമായിട്ട് പറഞ്ഞതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും ഇതിനെനിക്ക് പ്രത്യേകിച്ചൊരു ഉത്തരമില്ലെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ജാസ്മിന്റെ സൈഡിൽ നിന്ന് ഈ തരത്തിലുള്ള പെരുമാറ്റം തനിക്ക് വളരെ ഷോക്കിംഗ് ആണെന്നാണ് പുള്ളി അതിൽ പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നിട്ട് നേരിട്ട് തന്നെ ഇത് ചോദിച്ചിട്ട് വേണം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണോ എന്താണെന്നൊക്കെ തീരുമാനിക്കാൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ബിഗ് ബോസിൽ കാണിക്കുന്ന ഈ നാടകം പുള്ളിക്കാരനെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ ഈ കാണിച്ചു കൂട്ടുന്നത് പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ഗെയിം സ്ട്രാറ്റജി എന്താണെങ്കിൽ കൂടി കാണിക്കുന്നതൊക്കെ റോങ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി അതിനൊരു ബൗണ്ടറി ഉണ്ടെന്നും പുറത്ത് ഞാനുമായിട്ട് ഇങ്ങനെ സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി തന്നെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് വെച്ച് അവൾ കാണിക്കുന്ന എല്ലാത്തിനും ഞാൻ ഓക്കെ ആണെന്നില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. അവളുടെ ഫാമിലി പോലും അവൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊരു ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും എന്നാലും തൻ്റെ പേര് അവിടെ വന്നതുകൊണ്ടാണ് സംസാരിക്കേണ്ടി വന്നതെന്നും ഇതൊരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ ആണ് പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോസ്റ്റ് നിർത്തുന്നത്.